പ്രേക്ഷകർ കാണാൻ ആഗ്രഹിക്കുന്ന ഒരു മോഹൻലാലിനെ തരിക എന്നതാണ് സംവിധായകരുടെയും തിരക്കഥാകൃത്തുക്കളുടെയും ഒക്കെ ലക്ഷ്യം. മേക്കേഴ്സ് അതിനുവേണ്ടി പല രീതിയിലുള്ള കാര്യങ്ങളും ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ് അണിയറയിൽ. തുടരുമെന്ന ചിത്രത്തിലൂടെ മോഹൻലാലിനെ അങ്ങനെ ഒരു വർഷനിലേക്ക് പ്ലേസ് ചെയ്ത് വെച്ചു എന്നതുകൊണ്ട് തന്നെ ആ ചിത്രം ഹിറ്റായത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ ഞെട്ടിപ്പിക്കുന്ന ഒരു കാര്യമാണ്. കാരണം അത്രയും വലിയ ഹിറ്റാണ് തുടരുമെന്ന ചിത്രം തന്നത്. കാരണം മോഹൻലാലിന്റെ നമ്മൾ കാണാൻ ആഗ്രഹിച്ച ചില കാര്യങ്ങൾ അതിൽ കൊണ്ടുവന്നു. മോഹൻലാലിന്റെ ഫൈറ്റുകൾ, മുണ്ടുടുക്കൽ, അതേ മാനറിസങ്ങൾ ഒക്കെ നമ്മൾ മിസ് ചെയ്തത് അവിടെ എത്തിച്ചു. അതുപോലുള്ള മോഹൻലാലിനെ കൊണ്ടുവരാൻ പ്രേക്ഷകർ പലവട്ടം ആഗ്രഹിച്ചപ്പോൾ മേക്കേഴ്സും അതുതന്നെയാണ് കൊണ്ടുവരാൻ പോകുന്നത്. മോഹൻലാലിന്റെ എന്നും ഐക്കോണിക്കായ മുണ്ടുമടക്കലും ആക്ഷനും ഒക്കെ നമ്മൾ ഇപ്പോഴും കാണാൻ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോഴാണ് ആരാധകരുടെ മുന്നിലേക്ക് ഒരു മോഹൻലാലിന്റെ ചിത്രം വ്യാപകമായി പ്രചരിച്ചത്. ഒരു കറുത്ത ഷർട്ടും കറുത്ത കസവുള്ള മുണ്ടും ഒക്കെ ഉടുത്ത് മോഹൻലാലിന്റെ ഒരു ഗംഭീര വരവ് കണ്ടപ്പോഴേ ആരാധകർ ഒന്ന് ഞെട്ടി. ഇതെന്താണ്, മോഹൻലാൽ അടുത്ത പടത്തിൽ വരാൻ പോകുന്നത് ഇങ്ങനെയാണോ? ഇത് ഏത് സിനിമയാണ്? ഭബബായാണോ അതോ മഹേഷ് നാരായണൻ ചിത്രത്തിന്റെ ലുക്കാണോ എന്ന പല ചർച്ചകളും സോഷ്യൽ മീഡിയയിൽ ഒരുങ്ങിക്കഴിഞ്ഞു. ഇതൊക്കെ അവിടെ നിൽക്കുമ്പോൾ ആരാധകർ ശരിക്കും ഞെട്ടി. ഇത് പല പേജുകളിലും പല പ്രൊഫൈലുകളിലും പോസ്റ്റുകളായി വന്നു. ആ വരവ് കണ്ടോ എന്ന് പറഞ്ഞുകൊണ്ട് പല പ്രേക്ഷകരും ഇത് ഷെയർ ചെയ്യുകയാണ്. എന്നാൽ ആരാധകരുടെയും പ്രേക്ഷകരുടെയും അറിവിനായി ഈ പടങ്ങളിൽ നിന്നുള്ള ലുക്കുകളൊന്നുമല്ല ഈ ചിത്രം എന്നാണ് അറിയാൻ കഴിയുന്നത്. മോഹൻലാലിന്റെ ഈ ലുക്ക് ബിഗ് ബോസ് എന്ന റിയാലിറ്റി ഷോയുടെ ആഡിന് വേണ്ടിയിട്ടുള്ളതാണെന്നാണ് പറയപ്പെടുന്നത്. എന്തായാലും കൂടുതൽ പ്രതീക്ഷകളൊന്നും വെക്കേണ്ട എന്ന് തന്നെ പറയേണ്ടതുണ്ട്. ഇങ്ങനെയൊരു ലുക്കൊക്കെ കണ്ടാൽ പിന്നെ ആ ചിത്രത്തിന് മേലുള്ള പ്രതീക്ഷ ഇരട്ടിക്കുമല്ലോ. കായംകുളം കൊച്ചുണ്ണിയിലെ മോഹൻലാലിന്റെ ഒരു ചിത്രം വന്നപ്പോഴാണ് ആ സിനിമയ്ക്ക് ഇത്രയും വലിയൊരു ഹൈപ്പ് ഉണ്ടായത്. അതുപോലെ ഇങ്ങനെയൊരു ചിത്രം വന്നാൽ ഈ പറയപ്പെടുന്ന സിനിമയ്ക്കും കാണാം വലിയ ഹൈപ്പ് ഉണ്ടാകാനുള്ള സാധ്യത പറയേണ്ടതില്ലല്ലോ. ഈ ചിത്രം ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിൽ വ്യാപകമായി പ്രചരിക്കുന്നുണ്ട്. ഇത് ഏത് സിനിമ എന്ന ചോദ്യമാണ് എല്ലാവരും ഉന്നയിക്കുന്നതെങ്കിലും സിനിമ അല്ലെന്നാണ് ലഭിക്കുന്ന വിവരങ്ങൾ. ഇങ്ങനെയൊക്കെ നിൽക്കുമ്പോഴും ഇപ്പോഴിതാ മറ്റൊരു സംവിധായകനും നടനും എത്തിയിരിക്കുകയാണ്. മോഹൻലാലിന്റെ നിങ്ങൾ കാണാൻ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ഒരു ഗംഭീര വരവ് വരാൻ പോകുന്നു. പഞ്ച് ഡയലോഗും പാട്ടുകളും ഫൈറ്റുകളും ഒക്കെയായി എത്തുന്ന ലാലേട്ടൻ. ആ ഒരു ലാലേട്ടനെ മിസ് ചെയ്തിട്ട് കുറെ നാളായി. അങ്ങനെ ഒരു ലാലേട്ടനെ കൊണ്ടുവരാൻ പോകുന്നത് സാക്ഷാൽ അനൂപ് മേനോൻ മോഹൻലാൽ ഒന്നിക്കുന്ന സിനിമയുടെ പ്രഖ്യാപനം ആരാധകരെ ഒന്നടങ്കം ആവേശത്തിൽ ആക്കിയതാണ്. അതിനൊപ്പം തന്നെ വലിയ വിമർശനവും ഉണ്ടായിരുന്നു. പിന്നീട് ഈ ചിത്രം ഉപേക്ഷിച്ചു എന്ന നിലയിലുള്ള അഭ്യൂഹങ്ങളും സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുണ്ടായി. കാരണം പ്രഖ്യാപനത്തിന്റെ വേളയിൽ പങ്കുവച്ച ചിത്രങ്ങൾ അനൂപ് മേനോൻ സോഷ്യൽ മീഡിയയിൽ നിന്നും ഒഴിവാക്കിയതായിരുന്നു അതിന് കാരണമായത്. എന്നാൽ ഇപ്പോൾ ആ സിനിമയെക്കുറിച്ച് അനൂപ് മേനോൻ പറയുന്ന വാക്കുകൾ ശരിക്കും അതിശയിപ്പിക്കുകയാണ്. മോഹൻലാൽ തന്നെയാണ് പുതിയ സിനിമയുടെ പ്രഖ്യാപനം സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ നടത്തിയത്. പ്രണയവും വിരഹവും സംഗീതവും ചേർന്ന യാത്രയാകും ഈ ചിത്രമെന്ന് മോഹൻലാൽ പറഞ്ഞിരുന്നു. ഇപ്പോഴത്തെ സിനിമയുടെ അപ്ഡേറ്റ് പങ്കുവച്ചിരിക്കുകയാണ് അനൂപ് മേനോൻ. അടുത്ത വർഷം സിനിമയുടെ ചിത്രീകരണം ആരംഭിക്കുമെന്നും മോഹൻലാൽ ആരാധകരെ സംതൃപ്തിപ്പെടുത്തുന്നതെല്ലാം സിനിമയിൽ ഉണ്ടാകുമെന്നും അനൂപ് മേനോൻ പറയുന്നുണ്ട്. 5 പാട്ടും 3 ഫൈറ്റും സിനിമയിൽ ഉണ്ടാകുമെന്നും ഇതൊരു വലിയ സിനിമയായി തന്നെയാണ് ഒരുങ്ങുന്നതെന്നും അനൂപ് മേനോൻ കൂട്ടിച്ചേർത്തു. സിനിമയുടെ സ്ക്രിപ്റ്റ് പുരോഗമിക്കുകയാണെന്നും അനൂപ് മേനോൻ പറയുന്നുണ്ട്. അടുത്ത വർഷമായിരിക്കും ഈ സിനിമ ആരംഭിക്കുന്നത്. സിനിമയുടെ പ്രൊഡക്ഷൻ മാറി. കൽക്കട്ടയിൽ ദുർഗാപൂജയിലാണ് സിനിമയിലെ പ്രധാന സീക്വൻസ് ഷൂട്ട് ചെയ്യേണ്ടത്. അത് ഇനി അടുത്ത വർഷമേ നടക്കുകയുള്ളൂ. അവിടെ 20 ദിവസം ഷൂട്ട് ആ ഫെസ്റ്റിവലിൽ ഉണ്ട്. ഫൈറ്റ് സീക്വൻസ് ആണ് അതിനിടയിൽ ഷൂട്ട് ചെയ്യാനുള്ളത്. അവിടെ തന്നെ ഷൂട്ട് ചെയ്യണം എന്നുള്ളത് കൊണ്ടാണ് വൈകുന്നത്. മറ്റൊരു പ്രൊഡക്ഷൻ ആയിരിക്കും പടം ചെയ്യുന്നത്. അനൂപ് മേനോൻ പറഞ്ഞത് ഇങ്ങനെ. പ്രൊഡക്ഷൻ മാറിയതുകൊണ്ട് തന്നെയാണ് അനൂപ് മേനോൻ ആ ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിൽ നിന്നും ഒഴിവാക്കിയതെന്ന് കാണാൻ കഴിയും. അന്ന് പ്രൊഡക്ഷൻ ടീമും അനൂപ് മേനോനും മോഹൻലാലിൽ നിൽക്കുന്ന ചിത്രമായിരുന്നു പങ്കുവച്ചത്. എന്തായിരുന്നാലും മാറ്റങ്ങളൊക്കെ സംഭവിച്ചിട്ടുണ്ടെങ്കിലും സിനിമ ഉപേക്ഷിച്ചിട്ടില്ല, ഓണാണ് ഇപ്പോഴും എന്ന് തന്നെയാണ് അനൂപ് മേനോൻ പറഞ്ഞിരിക്കുന്നതും. വലിയ കടുകട്ടി ഡയലോഗുകൾ പറയുന്ന മുണ്ടുടുത്തുള്ള പഴയ ഒരു കാമുകിയൊക്കെ ഉള്ള അനൂപ് മേനോൻ സ്റ്റൈലിൽ തന്നെയുള്ള ലാലേട്ടനാകുമോ പുതിയ ചിത്രത്തിലും എന്ന അവതാരകന്റെ ചോദ്യത്തോട് ഇതിൽ നിന്നും ഒരു അണുവിട വ്യത്യാസം ഉണ്ടാകില്ല എന്നായിരുന്നു അനൂപ് മേനോന്റെ മറുപടി. 5 പാട്ടുകളും 3 ഫൈറ്റുമുള്ള ഒരു സിനിമയാണിത്. നമുക്ക് ആഗ്രഹമുള്ള ഒരു ലാലേട്ടൻ തന്നെയാണ്. അദ്ദേഹത്തിന്റെ ഏറ്റവും നല്ല കാലഘട്ടം അതാണ്. സിനിമ സംഭവിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. വലിയ സിനിമയാണ്, വലിയ ബജറ്റാണ്. സ്ക്രിപ്റ്റ് വർക്ക് പുരോഗമിക്കുകയാണ്. സമയമെടുത്ത് ചെയ്യാനാണ് ലാലേട്ടനും പറഞ്ഞിട്ടുള്ളത്. അടുത്ത വർഷം സംഭവിക്കും. അനൂപ് മേനോൻ പറഞ്ഞതും ഇങ്ങനെ.